രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ അകലെയായി ആരവല്ലി മലനിരകളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ചരിത്ര സ്മാരകമാണ് ആംബർ ഫോർട്ട്. 16-ാം നൂറ്റാണ്ടിൽ രജ്പുത്ത് ഭരണാധികാരിയായിരുന്ന രാജ മാൻ സിംഗ് ഒന്നാമൻ നിർമ്മാണം ആരംഭിച്ച ഈ കോട്ട രജപുത്ത് മുഗൾ വാസ്തുവിദ്യയുടെ അതുല്യ സംഗമമായി ഇന്നും നിലകൊള്ളുന്നു. ചുവപ്പും മഞ്ഞയും കലർന്ന മണൽക്കല്ലുകളും വെള്ള മാർബിളും ഉപയോഗിച്ചാണ് ഈ രാജകീയ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. മലയ്ക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ആരെയും വിസ്മയിപ്പിക്കും. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ രാജസ്ഥാൻ്റെ രാജകീയ പാരമ്പര്യത്തിൻ്റെ മഹത്വം ഇവിടെ വ്യക്തമായി കാണാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജകുടുംബാംഗങ്ങളും സൈനികരും കോട്ടയിലേക്ക് പ്രവേശിച്ച കവാടമായ സൂരജ് പോൾ കടന്നാണ് ഞങ്ങളും ഇവിടെ എത്തിയത്. കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് ജലേബ് ചൗക്ക് എന്ന വിശാലമായ മുറ്റമാണ്. രാജാക്കന്മാരുടെ സൈന്യം യുദ്ധം വിജയിച്ച് മടങ്ങിയെത്തുമ്പോൾ ആഘോഷങ്ങൾ നടത്തിയിരുന്നത് ഈ മുറ്റത്ത് വെച്ചായിരുന്നു. ആംബർ ഫോർട്ടിൻ്റെ ശ്രദ്ധേയമായ ഭാഗങ്ങളിലൊന്നാണ് ദിവാനി ആം അഥവാ പൊതു ദർബാർ ഹാൾ. രാജാവ് തൻ്റെ പ്രജകളെ കാണുകയും അവരുടെ പരാതികളും ആവശ്യങ്ങളും കേൾക്കുകയും ചെയ്തിരുന്നത് ഇവിടെ വെച്ചായിരുന്നു. കോട്ടയുടെ താഴെയായി സ്ഥിതി ചെയ്യുന്ന മാവോറ്റ ലേക്ക് ആംബർ ഫോർട്ടിൻ്റെ സൗന്ദര്യം ഇരട്ടിയാക്കുന്നു. തടാകത്തിലെ ജലത്തിൽ പ്രതിഫലിക്കുന്ന കോട്ടയുടെ ദൃശ്യം സന്ദർശകരെ ആകർഷിക്കുന്ന പ്രധാന കാഴ്ചകളിലൊന്നാണ്. ആംബർ ഫോർട്ടിൻ്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശീഷ് മഹൽ തുറന്നു കിട്ടാത്തതുകൊണ്ട് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല. ആംബർ ഫോർട്ടിലെ അതിമനോഹരമായ കവാടങ്ങളിലൊന്നായ ഗണേഷ് പോൾ. വർണ്ണാഭമായ ചിത്രങ്ങളും സൂക്ഷ്മമായ അലങ്കാരങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഈ കവാടം ആംബർ ഫോർട്ടിൻ്റെ ഏറ്റവും കൂടുതൽ ചിത്രീകരിക്കപ്പെടുന്ന ഭാഗങ്ങളിലൊന്നാണ്. 2013 രാജസ്ഥാനിലെ മലക്കോട്ടകളുടെ ഭാഗമായ ആംബർ ഫോർട്ടിന് യുനെസ്കോ ലോക പൈതൃക പദവി ലഭിച്ചു. ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും മഹത്തായ ഉദാഹരണമായി ഇത് ഇന്നും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ചരിത്രവും കലയും രാജകീയ പാരമ്പര്യവും ഒരുമിച്ച് ചേരുന്ന ആംബർ ഫോർട്ട് ജയ്പൂർ സന്ദർശിക്കുന്നവർ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു അതുല്യ അനുഭവമാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.